ഓൾ, ദിസ് ഇസ് ഷിബിന യോ മെന്റർ. വെൽക്കം ടു മേക്ക് ഇറ്റ് ഈസി. നിങ്ങളുടെ +1 അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകൾ ഉണ്ട്. ആ ഡേറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. മെയ് 14 നിങ്ങളുടെ +1ലേക്കുള്ള ആപ്ലിക്കേഷന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തൊട്ട് നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റുന്നതാണ്. മെയ് 20 നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ആരും മെയ് 20 ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കരുത്. ഇപ്പൊ തന്നെ കൊടുത്തു നോക്കുക. എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ കൊടുത്ത് സെറ്റ് ആക്കി വെക്കുക കേട്ടോ. ലാസ്റ്റ് ഡേറ്റിലേക്ക് ആരും നിൽക്കരുത്. മെയ് 24 നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ജൂൺ 2 നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അത് കഴിഞ്ഞ് ജൂൺ 10 നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ജൂൺ 16 നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റും വരും. എല്ലാം കഴിഞ്ഞ് ജൂൺ 18 നിങ്ങളുടെ +1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളത്. അത് നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിലൊക്കെ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വരിക. അത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ടുള്ള +1 അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ വരുന്നത്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനൊക്കെ പറ്റുക. ഫസ്റ്റ് അലോട്ട്മെന്റ് വരും, സെക്കൻഡ് അലോട്ട്മെന്റ് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കിട്ടിയില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കുന്നു വേണ്ട. തേർഡ് അലോട്ട്മെന്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കിട്ടും. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും പിന്നെയും പറയാണ്, നിങ്ങൾ മെയ് 20 ലാസ്റ്റ് ഡേറ്റ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ദിവസം നീട്ടിക്കൊണ്ടു പോകരുത്. അവസാനം എന്തെങ്കിലും നെറ്റ്വർക്ക് ജാമോ കാര്യങ്ങളൊക്കെ വന്ന് എന്ത് തടസ്സം വേണമെങ്കിലും വരാം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് അത് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അലോട്ട്മെന്റും +1 ഒക്കെ ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് പേജും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഓൺ ആക്കുക. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് വേണ്ട വീഡിയോ എന്ന് കമന്റ് ചെയ്യാനും ആരും മറക്കണ്ട.